ഉണ്ടാക്കി കഴിഞ്ഞ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കാം. നമ്മള് നമ്മള് മേക്ക് ഇറ്റ് പോസിബിൾ സെഷൻ ആണ് ഉള്ളത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കാം. സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ലൈം തന്നെ കിട്ടും. കംപ്ലീറ്റ് വായല് മിസ്സായി പോട്ടാ. നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടയുടെ ഉള്ളിൽ നിന്നെ തൊണ്ടേ കയറി കുരുങ്ങി. ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സ്ലൈം ഹാക്സ് ഫ്രം യൂട്യൂബ് പാർട്ട് 2 ആണ് ചെയ്യാൻ പോണത്. അപ്പൊ പാർട്ട് 1 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലെ കുറച്ച് ഹാക്സ് ഒക്കെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് വന്നു, എന്നാൽ ചിലത് കട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. അപ്പൊ ഇന്ന് പാർട്ട് 2 നമ്മൾ ചെയ്യാൻ പോണത് 100% സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള കുറെ വീഡിയോസ് ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്ന് ടെസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോ അവര് പറയുന്നത് സക്സസ്ഫുൾ എന്നാണ്. എന്നാൽ നമുക്കത് ചെയ്തിട്ട് സക്സസ്ഫുൾ ആവോ അതോ ഫ്ലോപ്പ് ആവോ എന്ന് നമുക്ക് ഒരുമിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ എന്താ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെ ഒരുപാട് കമന്റ്സ് നമുക്ക് വരുന്നുണ്ട്, എല്ലാവരും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കണം. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എന്താ പറയാനുള്ള, പിന്നെ നമ്മള് നമ്മള് മേക്ക് ഇറ്റ് പോസിബിൾ സെഷൻ ആണ് ഉള്ളത്. അപ്പൊ പിന്നെ അതേ സമയങ്ങളുടെ വേഗം നമുക്ക് നമ്മുടെ ഹാക്സിലേക്ക് പോകാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഹാക്കിൽ നമ്മൾ ഷാമ്പു യൂസ് ചെയ്തിട്ടാണ് സ്ലൈം ഉണ്ടാക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ഷാമ്പു യൂസ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ടൂത്ത് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു അടിപൊളി സ്ലൈമാണ് ഇവർ കാണിക്കുന്നത്. അപ്പൊ ഈ സ്ലൈം നല്ലോണം സ്ട്രെച്ച് ചെയ്യാൻ പറ്റിയിട്ട് നല്ല സൂപ്പർ സ്ലൈമാണ്. ഇപ്പൊ ഒരു ഹാക്ക് വർക്കൗട്ട് ആവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഷാമ്പു യൂസ് ചെയ്തിട്ടുള്ള സ്ലൈം. അപ്പൊ ഞാൻ ക്ലിനിക് പ്ലസിന്റെ ഷാമ്പു ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ക്ലിനിക് പ്ലസ്, പിന്നെ നമ്മുടെ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ്, പിന്നെ അതിന്റെ കൂടെ നമ്മൾ സോൾട്ടും ചേർത്ത് കൂടെ നല്ലോണം മിക്സ് ചെയ്തു. കുറെ നേരം മിക്സ് ചെയ്ത് കൈയൊക്കെ ഒരുവിധം ആയി നമുക്ക്. എന്നിട്ട് നമുക്ക് കിട്ടിയത് ഇതാണ് സംഭവം. ഇത് ഏകദേശം പേസ്റ്റ് പോലെ ആയിരിക്കും. ഇപ്പൊ ഏകദേശം ഇത് പെപ്സോഡന്റെ പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. നല്ല മണം, ഷാമ്പൂവിനൊക്കെ മണം കൂടി മിക്സ് ചെയ്യുന്നപ്പോഴേ സൂപ്പർ മണമായിട്ടുണ്ട്. പക്ഷെ ഒരു അത്ര ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഹാക്കായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ തമ്മിൽ വെച്ചിട്ടുള്ള ഇനി വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ട്, നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടോളൂ, പക്ഷെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ സമയങ്ങളായത് ഷാമ്പൂ, ടൂത്ത് പേസ്റ്റ്, പിന്നെ നമ്മുടെ സോൾട്ട്, സ്ലൈം കിട്ടില്ല. സമയവും ടൈമും പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? അല്ല, സമയവും ഇൻഗ്രീഡിയൻസും വെറുതെ വേസ്റ്റ് ചെയ്ത് കളയരുത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഹാക്കിൽ നമ്മൾ ഫെവിഗം യൂസ് ചെയ്തിട്ടാണ് സ്ലൈം ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം ഡിറ്റർജന്റും വാട്ടറും കൂടിയിട്ട് മിക്സ് ചെയ്യാണ്. അതിനുശേഷം അതിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാണ്. അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഈ ഫെവിഗമിലേക്ക് ഇത്തിരീശ് ആഡ് ചെയ്ത് കൊടുക്കാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു അടിപൊളി സ്ലൈം കിട്ടുന്നതായിട്ടാണ് ഇവർ കാണിക്കുന്നത്. അപ്പൊ ഒരു ഹാക്ക് വർക്കൗട്ട് ആവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് സ്ലൈം വന്നേക്കണത്. അപ്പൊ ഈ സ്ലൈമില് ഉണ്ടാക്കിയ പിടിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടാ. പക്ഷെ എന്താ പറയാ, ഇത് കുറച്ചു നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാകെ എന്താ പറയാ റബ്ബർ ബാൻഡിനൊക്കെ പോലെ ഒലിച്ച് നീട്ടേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഉണ്ടാക്കിയ പിടിക്കൊക്കെ കുഴപ്പമില്ല. പക്ഷെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കാം. അപ്പൊ നമുക്ക് ഈ സ്ലൈം കുറച്ച് നേരത്തേക്ക് കാണാൻ നല്ല രസമുണ്ടായിരിക്കും. ഉപയോഗിച്ച് കഴിഞ്ഞാൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കാം. ഇതിപ്പോ ഞാൻ കുറെ നേരം ഇത് പുറത്ത് വെച്ചു ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അത് കാരണം ഇതിന്റെ കോല എങ്ങനെ, ഇതിപ്പോ ഏകദേശം റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചു വിടേണ്ട ഒരവസ്ഥയാണ്. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്തോക്കുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ലൈം തന്നെ കിട്ടും. കംപ്ലീറ്റ് വായല് മിസ്സായി പോട്ടാ. പക്ഷെ എന്താ പറയുക, നമ്മളൊരു 8 മാർക്ക് 9 മാർക്ക് കൊടുക്കണല്ലോ. കാരണം ഇത് കണ്ട പെട്ടെന്ന് ഹാർഡായി പോകണം. അതുകൊണ്ട് എന്നാലും നിങ്ങൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ. നിങ്ങൾക്ക് സൂപ്പർ സ്ലൈം തന്നെ കിട്ടും, വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാക്കാണ്. അപ്പൊ ആദ്യം ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കാണ്. അപ്പൊ 2-3 സ്പൂൺ ഷുഗർ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഡിസോൾവ് ചെയ്ത് നല്ലോണം ഡിസോൾവ് ചെയ്തെടുക്കാണ്. അതിനുശേഷം അത് നമ്മുടെ ഫെവിഗമിലേക്ക് ഇത്തിരീശായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാണ്. അപ്പൊ ഒരു അടിപൊളി
ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. അടിപൊളി സ്ലൈം കിട്ടണതായിട്ടാണ് ഇവര് കാണിക്കുന്നത്. അപ്പൊ ഒരു ഹാക്ക് വർക്കൗട്ട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഇത് സ്ലൈമൊന്നും ആയിട്ടില്ല. ഇത് ഇപ്പോഴും ദേ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കാണ്. അപ്പോ ഈ ഒരു ഹാക്കും ഫ്ലോപ്പ് ആയിട്ടുള്ള ഹാക്കാണ്. അപ്പൊ ഇനി ആരും നമ്മുടെ എന്താ പറയാ നമ്മുടെ ഫെവിഗമിലേക്ക് ഷുഗർ സൊല്യൂഷൻ മിക്സ് ചെയ്തിട്ടുള്ള ആ ഹാക്ക് ആരും ട്രൈ ചെയ്ത് നോക്കണ്ട. അട്ടർ ഫ്ലോപ്പാണ്. നിങ്ങൾ വെറുതെ നിങ്ങളുടെ പഞ്ചസാര കളയണ്ട, നമുക്ക് ചായലിട്ട് കുടിക്കാവുന്നതാണ്. അപ്പൊ ആ ഹാക്കാരും ട്രൈ ചെയ്ത് നോക്കണ്ട, അട്ടർ ഫ്ലോപ്പാണ്. പിന്നെന്താ പറയാനുള്ള കുറെ നേരം ഇളക്കിട്ടാ. എനിക്ക് ശരിക്കും ക്ഷീണമായി ഇളക്കി. ഈ സ്ലൈമിന്റെ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴേക്കില്ലേ നമുക്ക് ക്ഷീണമാവും. നമ്മുടെ കൈ ഇങ്ങനെ മിക്സ് ചെയ്ത് എപ്പോഴെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് സ്ലൈം ആവുന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യണത്. പക്ഷെ ചെയ്ത് നമുക്ക് തളരും. അപ്പൊ ഞാൻ പറയണേല് സക്സസ്ഫുൾ ആയിട്ടുള്ള ഹാക്സ് മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയുടെ നല്ല അടി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിൽ പോവാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു ഹാക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫെവിക്കോളാണ് എടുക്കുന്നത്. ഫെവിക്കോളിലേക്ക് നമ്മൾ ഡിറ്റർജന്റും വാട്ടറും കൂടിയുള്ള ഒരു സൊല്യൂഷൻ ഇങ്ങനെ ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കാണ്. അത് കഴിയുമ്പോൾ ഒരു അടിപൊളി സ്ലൈം ആയിട്ടാണ് ഇവർ കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു ഹാക്കും വർക്ക്ഔട്ട് ആവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. എന്താ പറയാ നമ്മുടെ ആ ഫെവിക്കോളും പിന്നെ ആ ഡിറ്റർജന്റിന്റെ സൊല്യൂഷനും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്നും ആയില്ല. ഇങ്ങനെ ഇങ്ങനെ പിരിയാന്നല്ലാണ്ട് സ്ലൈം ഒന്നും ആയില്ല. അപ്പൊ ഈ ഒരു ഹാക്ക് ആരും ടെസ്റ്റ് ചെയ്യണ്ട. കാരണം കുറെ പേര് എന്താ പറയാ കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് തമ്മിൽ ഇങ്ങനെ ഫെവിക്കോളിന്റെ കൂടെ നമ്മുടെ ഡിറ്റർജന്റും പിന്നെ വാട്ടറും കൂടിയുള്ള സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്ലൈം ആവും, അത് ആക്ടിവേറ്റർ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് ഒട്ടും സത്യമില്ല എന്നാണ് എനിക്ക് അനുഭവം. ഞാൻ കുറെ വട്ടം ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ നിങ്ങളും അത് കണ്ടിട്ട് വീഡിയോ ഒക്കെ കണ്ടോ, പക്ഷെ നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കി വെറുതെ സമയവും നിങ്ങളുടെ ഡിറ്റർജന്റ് ഫെവിക്കോള് വെള്ളം നിങ്ങളുടെ ആ എനർജി ഒന്നും കളയണ്ട. അട്ടർ ഫ്ലോപ്പാണ്. അപ്പൊ നമുക്ക് ഈ ഹാക്സ് എന്താ പറയാ ഇതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഹാക്സ് മാത്രം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ നമ്മുടെ സ്ലൈം ഹാക്സ് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ സ്ലൈം ഹാക്സ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഇതേപോലെ നമുക്ക് 2 സക്സസ്ഫുൾ ആയി വന്നിട്ടുണ്ടായിരുന്നു. ഇനിയും കുറെ പേര് ഒരുപാട് കമന്റ്സ് അയച്ചിട്ടുണ്ട്, റെസിപ്പീസ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ കുറച്ച് ഫിൽട്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാർട്ട് 2 ഉടനെ തന്നെ വരണതായിരിക്കും സ്ലൈമിന്റെ. പിന്നെന്താ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് മേക്ക് ഇറ്റ് പോസിബിൾ സെഷൻ ആണുള്ളത്. അപ്പൊ ഇന്നത്തെ മേക്ക് ഇറ്റ് പോസിബിൾ സെഷനിൽ ഏത് ചാനലാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കാണാം. വെൽക്കം ടു മേക്ക് ഇറ്റ് പോസിബിൾ. അപ്പൊ ഇന്നത്തെ മേക്ക് ഇറ്റ് പോസിബിൾ സെഷനിൽ നമ്മൾ കാണാൻ പോകുന്ന ചാനൽ ഏതാണ്? DIY with ശ്രുതി. അപ്പൊ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ഒരു അടിപൊളി ചാനലാണ് കേട്ടോ. അപ്പൊ ഇതില് ഒരു ശ്രുതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീട്ടമ്മയാണ് ഈ ചാനൽ നടത്തുന്നത്. ഒരു ഹോം മേക്കറാണ്. അപ്പൊ 2 കുട്ടികളുടെ അമ്മയാണ്. അതാണ് ഇതിലത്തെ എന്താ പറയാ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം. അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ചാനലൊക്കെ ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അവർക്കൊരു ഹാറ്റ്സ് ഓഫ്. പിന്നെന്താ പറയാനുള്ളത്, അപ്പൊ ഈ ചാനൽ എന്ന് പറഞ്ഞൊരു അടിപൊളി ചാനലാണ് കേട്ടോ. അപ്പൊ ഇതില് ക്രാഫ്റ്റ് ഉണ്ട്, പിന്നെ കുറെ DIYs ഉണ്ട്, അതുപോലെ കുറെ ചാലഞ്ചസ് ഉണ്ട്. അങ്ങനെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ക്രിയേറ്റീവായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു ചാനലാണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ വീഡിയോസ് ഉണ്ട് ഇതില്. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ഇവരുടെ സ്ഥലം കാസർഗോഡാണ്, ചെന്നൈയിൽ ഇവർ സെറ്റിൽഡ് ആണ്. അപ്പൊ നല്ല കിഡു ചാനലാണ്. അപ്പൊ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ ക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആ വീഡിയോ കണ്ടു നോക്കി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ശ്രുതി. അപ്പൊ ഇനി ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എന്താ പറയാ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെന്താണ്, അപ്പൊ ഇന്നത്തെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പൊ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയും ചാനലിനെ കുറിച്ച് 15 വീഡിയോസ് മിനിമം വേണം. അതാരും മറക്കരുത് കേട്ടോ. എഫേർട്ട് ബേസ്ഡ് ആണ് നമ്മൾ ചാനൽ പ്രൊമോഷൻ ചെയ്യുന്നത്. അപ്പൊ ഇനി നിങ്ങൾ ജിമെയിൽ ചെയ്തിട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ജിമെയിൽ ചെയ്തോളൂ. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് ഇനി പ്രത്യേകമായിട്ട് വെച്ച് നിങ്ങൾ ജിമെയിൽ ചെയ്യണം കേട്ടോ.
പിന്നെന്താണ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ മേക്ക് ഇറ്റ് പോസിബിൾ സെഷൻ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ അടിപൊളി കമന്റ്സ് അയക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കമന്റ് സെഷനാണ് വരണത്. പിന്നെന്താ പറയാനുള്ള, അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡബൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.